ഹലോ എവ്രി വൺ. അപ്പോൾ ദാ ഇന്ന് രാവിലെ അച്ഛന് കട്ടൻ ചായയൊക്കെ തിളപ്പിച്ചു. ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആക്കാം എന്ന് വിചാരിച്ചത്. കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരിയല്ല, 2-3 ദിവസം മുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അങ്ങനെ പരിപ്പ് കുക്കറിലോട്ട് വെച്ചൊരു 3-4 വിസിലടിക്കാൻ വെച്ചു. കാരണം ഞാൻ തലേദിവസം ഒന്നും പരിപ്പ് വെള്ളത്തിലിടാറില്ല. പിന്നെ ഇപ്പുറത്ത് ഞാൻ ദേ ഇഡ്ഡലിയും കൂടെ സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ തൂവി ഇങ്ങനെ തേച്ചിട്ടാണ് ഒഴിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇൻസ്റ്റയിലൊക്കെ കുറേ റീൽസ് ഒക്കെ കാണാറുണ്ട്. ഇങ്ങനെ ഇഡ്ഡലി എങ്ങനെ ഇങ്ങനെ തട്ടേത് ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കാം എന്നൊക്കെ. പക്ഷെ ഞാൻ ഇത്രയും ചെയ്യും, സ്പൂൺ കൊണ്ട് ഇങ്ങ് എടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഇഡ്ഡലിയും സെറ്റാക്കി അപ്പുറത്ത് നമ്മുടെ പരിപ്പും കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വലിയ ആർഭാടമുള്ള സാമ്പാറൊന്നുമില്ല. കൊച്ചുള്ളിയും തക്കാളിയും കിഴങ്ങും, കൂടുതലും ഞാനിവിടെ അങ്ങനത്തെ സാമ്പാറാണ് കേട്ടോ വെക്കുന്നതും. അങ്ങനെ ദാ കൊച്ചുള്ളി ഏറെ ഇടുന്ന സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കൊച്ചുള്ളിയും കിഴങ്ങും തക്കാളിയും പച്ചമുളകും ഒന്നും എടുക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും ഗൈസ്. അങ്ങനെ ദാ കൊച്ചുള്ളി എല്ലാം ആവശ്യത്തിന് എടുത്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ കിഴങ്ങ് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അത് അങ്ങോട്ട് അത്ര കംഫർട്ടബിൾ അല്ല. ഞാൻ ഇങ്ങനെ തൊലി ഇങ്ങനെ പീൽ ചെയ്തെടുക്കുന്നതാണ് എനിക്കൊരു രസം. അങ്ങനെ രാവിലത്തെ പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ദാ നമുക്കിപ്പോൾ മഴയല്ലേ, നല്ല പിടയ്ക്കുന്ന 3-4 വരാലിനെ ചേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വാങ്ങിച്ചാണ് കേട്ടോ. പുള്ളി വരാലിന്റെ ഫാനാണ്. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ എനിക്ക് രാവിലെ സമയമില്ല കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു വർക്കൗട്ടിന് പോകുന്നതിന് മുന്നേ ഞാൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വീഡിയോ എടുക്കട്ടെ എന്ന്. അങ്ങനെ ദാ മൊത്തം 3 എണ്ണമായിരുന്നു കേട്ടോ. ഞാനിത് കഴിക്കാറേ ഇല്ല സത്യം പറയാലോ. നേരത്തെയൊക്കെ കഴിക്കുമായിരുന്നു. വരാൽ വൈദ്യനാണെന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ 2 എണ്ണം പിടയ്ക്കുന്നതും കൂടെ ചേട്ടൻ അങ്ങ് വെട്ടി. അപ്പോൾ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ അടുക്കളയിലോട്ട് പോയില്ലെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങുമെന്ന്. അങ്ങനെ ദാ ഈ ഒരു ബോക്സ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ഇതുപോലത്തെ 3 എണ്ണം. സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഹൈടെക് ഫ്രിഡ്ജായിട്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതിൽ കുറേ വേപ്പില ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതുപോലത്തെ 2-3 ബോക്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇങ്ങനെ ഈ വേപ്പില ഊരിയെടുക്കുമ്പോഴത്തെ സൗണ്ട് ഉണ്ടല്ലോ, അതെന്നെപ്പോലെ ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പോൾ ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ സാമ്പാറിന് കടുക് പൊട്ടിക്കാൻ, കുറച്ച് കൊച്ചുള്ളി, ഇച്ചിരി വെളുത്തുള്ളി ചതച്ചിടുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് വരത്തില്ലെന്ന് ഇവിടെ അമ്മ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ സാമ്പാറിനകത്ത് ഏറെ വെളുത്തുള്ളിയും കൂടി ഇടും. അങ്ങനെ പിന്നെ ദാ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് സ്വന്തമായിട്ട് നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പം പെട്ടെന്ന് ധൃതി ആയതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നിന്നില്ല. എന്തായാലും നമുക്ക് ഈസ്റ്റേണിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അങ്ങനെ സാമ്പാറെല്ലാം സെറ്റാക്കി ലാസ്റ്റ് കായപ്പൊടിയും കൂടി ഇടുമ്പോൾ നമ്മുടെ സാമ്പാർ അടിപൊളി. ടേസ്റ്റ് ചെയ്തപ്പോൾ അയവ. അങ്ങനെ പിന്നെ ചേട്ടൻ വെട്ടിത്തന്ന വരാലെല്ലാം ഞാൻ ഇന്ന് എന്തായാലും വറക്കാമെന്ന് വിചാരിച്ചു. ചോറുണ്ട്, മോര് കറിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി